നമസ്കാരം. നിരാമിത്ര ആയുർവേദ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്ന പ്രധാന ഗ്രന്ഥിയാണ് തൈറോയിഡ്. എന്നാൽ ഇന്ന് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് തൈറോയിഡ് ഹോർമോണിന്റെ വ്യതിയാനം. അമിതമായ തടി കൂടുകയോ കുറയുകയോ ചെയ്യുക, പെട്ടെന്നുള്ള ക്ഷീണം, മുടികൊഴിച്ചിൽ എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാകാം. ആജീവനാന്തം ഗുളികകളെ മാത്രം ആശ്രയിക്കാതെ ആയുർവേദത്തിലൂടെ എങ്ങനെ തൈറോയിഡ് ആരോഗ്യത്തെ മെച്ചപ്പെടുത്താം എന്ന് ഈ വീഡിയോയിലൂടെ നിരാമിത്ര വിശദീകരിക്കുന്നു. ആയുർവേദത്തിൽ തൈറോയിഡ് പ്രശ്നങ്ങളെ ധാതുപാക പ്രക്രിയയുമായാണ് ബന്ധിപ്പിക്കുന്നത്. പ്രധാനമായും വായു-കഫദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥയാണ് ഇതിനു കാരണം. രണ്ട് തരം തൈറോയിഡ് പ്രശ്നങ്ങൾ: ഹൈപ്പോതൈറോയിഡിസം, ശരീരം തടിക്കുക, മടി, ക്ഷീണം എന്നിവ ലക്ഷണങ്ങൾ; ഹൈപ്പർ തൈറോയിഡിസം, ശരീരം അമിതമായി മെലിയുക, ഹൃദയമിടിപ്പ് കൂടുക എന്നിവ ലക്ഷണങ്ങൾ. തൈറോയിഡ് ഹോർമോണുകൾ സന്തുലിതമാക്കാൻ നിരാമിത്ര നിർദ്ദേശിക്കുന്ന വഴികളിതാ. മല്ലിവെള്ളം. തൈറോയിഡിന് ഏറ്റവും ഫലപ്രദമായ ഒറ്റമൂലിയാണ് മല്ലി. 2 ടീസ്പൂൺ മല്ലി തലേദിവസം വെള്ളത്തിലിട്ടുവെച്ച് രാവിലെ അത് തിളപ്പിച്ച് പകുതിയാക്കി കുടിക്കുന്നത് ഹോർമോൺ സന്തുലിതാവസ്ഥയ്ക്ക് സഹായിക്കും. നെല്ലിക്കയും തേനും. ദിവസവും രാവിലെ വെറും വയറ്റിൽ നെല്ലിക്കപ്പൊടി തേനിൽ ചേർത്ത് കഴിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും നല്ലതാണ്. ഇഞ്ചി. ഇഞ്ചി ചായ കുടിക്കുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. യോഗ. തൈറോയിഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന സർവാംഗാസനം, ഉജ്ജായി പ്രാണായാമം എന്നിവ ശീലിക്കുന്നത് വളരെ ഗുണകരമാണ്. ഭക്ഷണത്തിൽ അയഡിൻ അടങ്ങിയ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക. സംസ്കരിച്ച ഭക്ഷണങ്ങളും മൈദയും ഒഴിവാക്കുക. ശരിയായ ഉറക്കം ഉറപ്പുവരുത്തുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതും ധ്യാനവും തൈറോയിഡ് നിയന്ത്രണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. ശ്രദ്ധിക്കുക: നിങ്ങൾ നിലവിൽ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകൾ നിർത്താൻ പാടുള്ളതല്ല. ആയുർവേദ രീതികൾ നിങ്ങളുടെ ചികിത്സയ്ക്ക് ഒരു അനുബന്ധമായി മാത്രം കാണുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആരോഗ്യ അറിവുകൾക്കായി നിരാമിത്ര സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.